ആന്റണിന്റെ റൂമിൽ പരിശോധിച്ചുകൊണ്ടിരുന്ന ലിയയ്ക്ക് ആന്റണിന്റെ മരണത്തിൽ ഒരു ദുരൂഹത തോന്നുന്നു. അതിനാൽ തന്നെ ആന്റണിന്റെ ശരീരം പരിശോധിക്കുകയാണ് ലിയ. അയാളുടെ കഴുത്തിൽ ആരോ വരിഞ്ഞു മുറുക്കിയ പാടുകൾ ലിയ കാണുന്നു. ആരോ ആന്റണിനെ കഴുത്തു ഞെരിച്ച് കൊന്നതാണെന്ന് ലിയയ്ക്ക് മനസ്സിലായി. ഇതേ സമയം സീക്രട്ട് റൂമിലെ കമ്പ്യൂട്ടറിലൂടെ യൂറി ആന്റണിനെ കൊലപ്പെടുത്തുന്ന ദൃശ്യം അവർ കാണുന്നു. ഉടൻ തന്നെ അവർ ആന്റണിന്റെ റൂമിലേക്ക് ഓടിയെത്തുന്നു. അപ്പോഴേക്കും ആന്റണിന്റെ മുറിയിൽ തനിച്ചായ ലിയയെ യൂറി കൊന്നു കളഞ്ഞിരുന്നു. യൂറിയെ പിടിച്ചു കെട്ടാൻ ടിമ്മും മാർവിനും ചേർന്ന് ശ്രമിക്കുന്നു. എന്നാൽ വളരെ അപകടകാരിയായ യൂറി അവരെ നല്ല രീതിയിൽ മർദ്ദിക്കുന്നു. വളരെ ബുദ്ധിമുട്ടി യൂറിയെ അവർ പിടിച്ചു കെട്ടുന്നു. യൂറിയെ നോക്കാൻ മാർവിനെ ഏൽപ്പിച്ച ശേഷം വീണ്ടും രക്ഷപ്പെടാനുള്ള വഴികൾ തിരയുന്നു അവർ. ലിയയെ കൊലപ്പെടുത്തിയ ശേഷം യൂറി നശിപ്പിക്കാൻ ശ്രമിച്ച ഡോക്യുമെന്റിന്റെ ചില ഭാഗം അവർക്ക് ലഭിക്കുന്നു. അവശിഷ്ടത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ വെച്ചുകൊണ്ട് ആ മതിൽ ഒരു കോഡിംഗ് പ്രോഗ്രാം കൊണ്ട് നിർമ്മിച്ചതായിരിക്കാമെന്ന് ഒലീവിയ പറയുന്നു. സാധാരണമായി ഒരു മതിൽ നിർമ്മിക്കുന്നത് ഒരേ വലുപ്പത്തിലുള്ള കട്ടകൾ അടുക്കി വെച്ചുകൊണ്ടാണ്. എന്നാൽ ഈ മതിൽ അങ്ങനെയല്ല എന്നും ഒലീവിയ കൂട്ടിച്ചേർക്കുന്നു. പെട്ടെന്ന് ആ ഡോക്യുമെന്റിൽ ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ ടിമ്മിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അതൊരു ഇന്റർവെൽ പാറ്റേൺ ആയിരുന്നു. അതിനാൽ തന്നെ ആ മതിൽ ഒരു പാറ്റേൺ ഉണ്ടാക്കിയതാവാമെന്ന് ടിം പറയുന്നു. എന്നാൽ ആന്റൺ ഇത് എന്തിനു ചെയ്യണമെന്ന് ടിം ചിന്തിക്കുന്നു. എന്നാൽ ഇത് കേട്ടതും ആന്റോൺ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എപ്സിലോൺ നാനോ ഡിഫൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയാണെന്ന് ഒലീവിയ മറുപടി നൽകുന്നു. എന്നാൽ നേരത്തെ തീപിടുത്തമുണ്ടായ സ്ഥലത്താണ് ഈ കമ്പനി സ്ഥിതി ചെയ്യുന്നതെന്ന് ടിമ്മിന് അറിയാമായിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാനായി വീണ്ടും ഫ്ലാറ്റിലെ ദൃശ്യങ്ങൾ ചെക്ക് ചെയ്യാൻ അവർ കമ്പ്യൂട്ടറിന്റെ അടുത്തേക്ക് പോകുന്നു. കമ്പ്യൂട്ടറിലൂടെ ആന്റൺ എന്തോ പ്രോഗ്രാമിംഗ് ചെയ്യുന്നതായി അവർ കാണുന്നു.